ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗൂഗിൾ മൈ ബിസിനസ് എങ്ങനെ ഉണ്ടാക്കാന്ന് പഠിച്ചു. സോ നമ്മൾ ഇന്ന് അതിനെ കുറച്ചുകൂടി ആധികാരികമായിട്ട് നോക്കാൻ പോവാണ്. എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഗൂഗിൾ മൈ ബിസിനസ്സിൽ ഉള്ളതെന്ന് അറിയാനാണ്. ഈവൻ നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാച്ചാലും നമ്മളൊരു പ്രൊഫൈൽ ഉണ്ടാക്കാച്ചെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എന്താ, നമ്മുടെ സർവീസസും നമ്മുടെ പ്രൊഡക്ട്സും നമുക്ക് ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, ഒരു സൊസൈറ്റി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, സെർച്ച് ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ പ്രൊഫൈൽ കയറി വരണം. അതാണല്ലോ നമ്മുടെ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. സോ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് ബിസ് പേജിനെ തന്നെ ഗൂഗിൾ മൈ ബിസിനസ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. നമ്മുടെ ഒരു വെരിഫൈഡ് പ്രൊഫൈലാണ്. സോ ഗൂഗിൾ മൈ ബിസിനസ് എന്ന് തപ്പുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുക. ഓക്കെ, നമ്മൾ പ്രൈമറി നെയിമായിട്ട് ബിസ് പേജ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ആൻഡ് റിസർച്ച് സെന്റർ തൃശ്ശൂർ എന്ന് കൊടുത്തു. സോ ഇതാണ് നമ്മുടെ ഒതന്റിക് ആയിട്ടുള്ള നെയിം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പ്രൊഫൈല് വെരിഫൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കും. എന്താണ് ഏതാണ് നമ്മുടെ വെബ്സൈറ്റ്, ഡയറക്ഷനുകൾ, എത്തിപ്പെടാൻ എന്താണ് വഴി, സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം, ആരെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം, കോൾ ചെയ്യണമെങ്കിൽ സ്ട്രൈറ്റ് കോൾ ചെയ്യാം. അപ്പം അതുപോലെ തന്നെ അഡ്രസ്സ് ഉണ്ടായിരിക്കും, എത്ര മിനിറ്റ് അങ്ങോട്ട് എത്താൻ വേണ്ടി വേണം, ഫോൺ നമ്പർ ഉണ്ടായിരിക്കും, അവേഴ്സ് ഉണ്ടായിരിക്കും, പിന്നെ എപ്പോഴാണ് ഓപ്പൺ ചെയ്യുക. നമ്മൾ നേരത്തെ കണ്ട അതേ ഡീറ്റെയിൽസ് തന്നെ ഇവിടെ ഒന്നുകൂടി ഷിഫ്റ്റ് ആയിട്ട് വരും. പിന്നെ നോക്കിയാൽ നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാവും, ഒരു കാറ്റലോഗ്സ് ഉണ്ടായിരിക്കും, പിന്നെ അപ്പോയിൻമെൻറ്റ് ചെയ്യണമെങ്കിലുള്ള വഴികളുണ്ട്, പിന്നെ അബൌട്ട് ബിസ് പേജ് റിസർച്ച് എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കോഴ്സസിൻ്റെ കാര്യവും അതേപോലെ അപ്ഡേഷൻസിൻ്റെ കാര്യവും ഇവിടെ ഉണ്ടാവും. സോ ഇതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ആക്ച്വലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബിസിനസ് പ്രൊഫൈൽ എന്ന് പറയുന്നത് എല്ലാവരും പോപ്പുലറായി കാണുന്ന ഒരു പ്രൊഫൈലാണ്. സോ ബെറ്റർ നമ്മൾ എപ്പോൾ ചെയ്യുമ്പോഴും ജെന്യുവൻ ആയിട്ടുള്ള കണ്ടന്റ്സ് മാത്രം അതിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് ഒന്നാമത്തെ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ആഡ് ചെയ്ത് കൊടുക്കാൻ നോക്കുക. കുറേ തള്ളലുകളും അതേപോലെ കുറേ അനാവശ്യമായിട്ടുള്ള ടോപ്പിക്സോ അതിലിട്ടിട്ട് അല്ലെങ്കിൽ കുറേ കീവേഡ് സ്റ്റഫിങ്ങോ ഇടാണ്ടിരിക്കുക. നമ്മൾ ആദ്യത്തെ ക്ലാസ് തൊട്ട് തന്നെ പറഞ്ഞു, കീവേഡ്സ് എന്ന് പറയുന്ന സംഭവം ആണ് എല്ലാത്തിനും പ്രൈമറി ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും നമ്മൾ കീവേഡ്സിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ തന്നെ നോക്കിയാൽ ബിസ് പേജ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ആൻഡ് റിസർച്ച് സെന്റർ തൃശ്ശൂർ. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ആൻഡ് റിസർച്ച് സെന്റർ തൃശ്ശൂർ എന്നടിക്കുമ്പോൾ ഈസി ആയിട്ട് നമ്മുടെ മിഷൻ എന്ത് ചെയ്യും, അതായത് ഗൂഗിൾ എന്ത് ചെയ്യും, നമ്മുടെ പ്രൊഫൈലിലോട്ട് ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ലിസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ പ്രൊഫൈലും കൂടി ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലായിടത്തും നമ്മൾ യൂണീക്കായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. പിന്നെ നമ്മൾ എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങളാണ് എഡിറ്റ് ചെയ്യാൻ പറ്റുക? നമ്മുടെ പ്രൈമറി കാറ്റഗറി, നെയിം, ഡിസ്ക്രിപ്ഷൻ, കോണ്ടാക്ട്, ചാറ്റ്, പിന്നെ ലൊക്കേഷൻ നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. എവിടേക്കാണ് സർവീസ് ഏരിയ, അവേഴ്സ്, സ്പെഷ്യൽ അവേഴ്സ് ഉണ്ടോ, ഓൺലൈൻ ഓപ്പറേറ്റിംഗ് അവേഴ്സ്. ഇതൊക്കെ നമുക്കില്ലാത്ത ഫീച്ചേഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്യാത്തത് കേട്ടോ. ആക്സസിബിലിറ്റി, ഇപ്പോൾ ആക്സസിബിലിറ്റി ആണെങ്കിൽ നോക്കിയാൽ ഏതൊക്കെ ദിവസം എക്സ്ട്രാ ആയിട്ട്, അതായത് ടിപ്പിക്കൽ വീക്കിലി ഏതൊക്കെ ദിവസം ആക്സസിബിൾ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്താണുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടൈം എപ്പോഴാണുള്ളത്, ബ്രഞ്ച് ടൈം ഉണ്ടോ, ഡെലിവറി ഉണ്ടോ, ഡിന്നർ ഉണ്ടോ, ഡ്രൈവ് ത്രൂ ആണോ, ഹാപ്പി അവേഴ്സ് ഉണ്ടോ, ഹവേഴ്സ് മറ്റേ എൽഡേഴ്സിന് വേണ്ടി സ്പെഷ്യൽ അവേഴ്സ് ഉണ്ടോ, കിച്ചൺ, ലഞ്ച്, പിക്കപ്പ്, ടേക്ക് അവേ, ഇത്രയും കാര്യങ്ങൾ റെസ്റ്റോറൻറ്റ്സിനാണ് കൂടുതലും വേണ്ടത്. ആക്ച്വലി ഒരു അൾട്ടിമേറ്റ് ബിസിനസ് സെറ്റപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നൊരു കമ്പനിയാണ്. അതുകൊണ്ടാണ് അവർക്ക് ആസ്പദമാക്കിയിട്ടുള്ള ഇത് കൊടുത്തത്. ഇപ്പോൾ സർവീസ് പ്രൊവൈഡർക്ക് നമുക്കിത് കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ നമുക്ക് കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ കുറച്ച് ഡാറ്റാസ് ആയിരിക്കും നമുക്ക് ആഡ് ചെയ്യാനുണ്ടാവുള്ളൂ. നോക്കിയേ, മോർ അബൌട്ട് ബിസിനസ്, അതായത് വിമൺ ഓൺഡ് ബിസിനസ് ആണെങ്കിൽ ചില രാജ്യങ്ങളിൽ വിമൺ ഓൺഡ് ബിസിനസ്സിന് കുറച്ച് പ്രയോറിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് വിമൺ ഓൺഡ് ബിസിനസ് ആണോ എന്ന് ചോദിക്കുന്നത്. പിന്നെ അക്സസിബിലിറ്റി ഉണ്ടോ, അതായത് വീൽ ചെയർ അക്സസിബിലിറ്റി ഉണ്ടോ, വീൽ ചെയർ അക്സസിബിൾ ആയിട്ടുള്ള ടോയ്ലറ്റ് ഉണ്ടോ. നമ്മുടെ ഇവിടെ എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഓൾമോസ്റ്റ് അതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഹാസ് വീൽ ചെയർ അക്സസിബിൾ ടോയ്ലറ്റ് ആണ്, ഹാസ് വീൽ ചെയർ അക്സസിബിൾ സീറ്റിംഗും ആണ്. സോ നമ്മളൊരു ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അമിറ്റീസ്, ജനറൽ ന്യൂട്രൽ ആയിട്ടുള്ള ടോയ്ലറ്റ്സ് ഉണ്ടോ, അങ്ങനെ എക്സിക്യൂട്ടീവ് ഫ്രണ്ട്ലി ആണോ, അതേപോലെ പാർക്കിംഗ് ഉണ്ടോ, അപ്പോയിൻമെന്റ്സ് ഉണ്ടോ, സർവീസ് സെക്ഷൻ ഉണ്ടോ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. കൊടുത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാനും പറ്റും. ഈ പാനഡ് ഐക്കൺ അമർത്തി കഴിഞ്ഞാൽ നമുക്കത് എഡിറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഒരു ടൈം എടുത്തതിന് ശേഷം മാത്രമാണ് അത് സേവ് ആവുള്ളൂ. ഇപ്പോൾ നമ്മൾ മാറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ ആയിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത ഓപ്ഷനാണ് റീഡ് റിവ്യൂസ്. ഈ ഒരു കേസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മുടെ ഒരു ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ മസ്റ്റായിട്ട് റിവ്യൂസ് എഴുതിപ്പിക്കാനും കസ്റ്റമേഴ്സിനെ കൊണ്ട് അവരുടെ എക്സ്പീരിയൻസ് എഴുതിപ്പിക്കാനും അവർ എഴുതിയിട്ടുള്ള എക്സ്പീരിയൻസിന് റിപ്ലൈ കൊടുക്കാനും
ശ്രമിക്കുകയാണെങ്കിൽ അത് നല്ലൊരു ഹാബിറ്റുമാണ്. അതുകൊണ്ട് നല്ല റിസൾട്ടും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ കൊടുക്കുന്ന റിസൾട്ടിലും കൊടുക്കുന്ന കമൻസിലും എഴുതുന്ന റിപ്ലൈയിലും നമ്മുടെ സർവീസസിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ബിസ് പേജിലാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് സർവീസ്, അതാണ് നമ്മുടെ സർവീസും നമ്മുടെ കോഴ്സും കംപ്ലീറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സൊല്യൂഷനാണ്. സോ നമ്മുടെ ഇവിടെ വന്നിട്ട് വി ആർ ഹാപ്പി ടു എൻഗേജ് വിത്ത് ദ ടീം ആൻഡ് ഇറ്റ് ഈസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി, താങ്ക് യു ബിസ് പേജ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് കൊടുക്കുന്നതിൽ തെറ്റില്ല, നല്ലതാണ്. പക്ഷേ മാക്സിമം വി ഹാവ് എ ബെറ്റർ എക്സ്പീരിയൻസ് വിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻ ബിസ് പേജ് എന്ന് പറയുന്നത്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കീവേഡ് അവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് കുറച്ചും കൂടി പ്രയോറിറ്റി കിട്ടും. സോ റിവ്യൂസ് എഴുതുമ്പോൾ എപ്പോഴും നല്ല റിവ്യൂസ് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഫോട്ടോസ് ബിൽഡ് ആയിട്ടുള്ളതോ അതേപോലെ ഫോട്ടോഷോപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ളതോ ആയിട്ടുള്ള ഫോട്ടോസ് ഇല്ലാണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് ജെന്യൂൻ ആയിട്ടുള്ള ഫോട്ടോസ് ഇടാൻ വേണ്ടി ശ്രമിക്കുക. അതിനാണ് കൂടുതൽ വാല്യൂ ഉള്ളത്. അതുപോലെ പോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അറിയിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അറിയിക്കാം. അത് ഇതേപോലെ നല്ലൊരു ഹാബിറ്റാണ്. ഇത് മിനിമം ഒരു മന്ത്ലി ഒരു ട്വൈസോ ത്രൈസോ ചെയ്യുന്നതാണ് ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഡെയിലി പോസ്റ്റ് ഇടുക എന്ന് പറയുന്നത് തെറ്റ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതുകൊണ്ട് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാകാൻ പോണില്ല. ഇനി മേ ബി ഈ കീവേഡ് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം സെർച്ച് വോളിയം കൂടുതലായിട്ടുള്ള ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ ഈ ഡെയിലി പോസ്റ്റ് ഇടുന്നതും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. സോ എന്ത് ബിസിനസ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ആ ബിസിനസ് ആസ്പദമാക്കിയിട്ട് വേണം ഈ രണ്ട് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എവറിത്തിങ് ഈസ് മോണിറ്ററിംഗ് ആണ്. നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മോണിറ്ററിംഗ് ആണ്. സോ നമ്മുടെ പെർഫോമൻസ് അളക്കാൻ വേണ്ടി, നമ്മുടെ ബിസിനസ് പ്രൊഫൈലിന്റെ പെർഫോമൻസ് അളക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡാഷ്ബോർഡ് ഉള്ളത്. ഇത് ബിസിനസ് ഇന്ററാക്ഷൻസ് ആണ്. ആരൊക്കെ ഇതിൽ വന്നു, എത്ര പേര് ഇതിൽ ഇന്ററാക്ട് ചെയ്തു, ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് എത്ര പേര് വന്നു, ഡെസ്ക്ടോപ്പിൽ സെർച്ച് ചെയ്തിട്ട് എത്ര പേര് വന്നു, മാപ്പിൽ സെർച്ച് ചെയ്തിട്ട് എത്ര പേര് വന്നു, അങ്ങനെ കാണിക്കുന്ന ഒരു ബ്രേക്ക് ഡൗൺ വാല്യൂ ആണിത്. അതുപോലെ എത്ര സെർച്ചസിലാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ 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 എൻ നമ്പേഴ്സ് ഓഫ് നമുക്ക് എല്ലാം ഡാറ്റ ഇതിനുള്ളിൽ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. എത്ര പേര് വിളിച്ചു, 3 calls എന്ന് വന്നിട്ടുണ്ടായിരുന്നു, സോ 3 calls എന്ന് കാണിച്ചു. അപ്പോൾ അങ്ങനെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യാനാണ് ഇത്. പിന്നെ അഡ്വർടൈസ്മെന്റ് ചെയ്യേണ്ടത് ഇത് ഗൂഗിൾ ആഡ്സ് ആണ്. നമ്മളൊരു വേറെ ടോപ്പിക്ക് ഫ്യൂച്ചറിൽ പഠിക്കും. അതുപോലെ ഗെറ്റ് ഗൂഗിൾ QR കോഡ്, ഇത് ആണ് ഇപ്പം എല്ലാ കടയുടെ ഫ്രണ്ടിലും റേറ്റിംഗ് ഇടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പോസ്റ്റർ വയ്ക്കുന്നത് കണ്ടിട്ടില്ലേ? ആ ഒരു സാധനം ഇവിടെ നിന്നാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ഗെറ്റ് QR കോഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു QR കോഡ് ഇതേപോലെ കിട്ടും. നമുക്കത് PDF ആയി ജനറേറ്റ് ചെയ്ത് പ്രിന്റ് ഔട്ട് ചെയ്ത് എടുത്ത് വയ്ക്കാം. പിന്നെ എഡിറ്റ് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. നമുക്കിപ്പോൾ എന്ത് പ്രൊഡക്റ്റ് ആണുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിനോട് ലിസ്റ്റ് ഡൗൺ ചെയ്യണം. ചെയ്തിട്ട് മസ്റ്റായിട്ട് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് അതിൻ്റെ പൈസയും അവിടെ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ നല്ല സ്ട്രെങ്ത് ഉണ്ടാവും. പിന്നെ എഡിറ്റ് സർവീസ്, ഈ സർവീസസ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സർവീസസിനെ ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്യുന്നതും നല്ലൊരു ഹാബിറ്റാണ്. ബുക്കിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നതും നമ്മൾ എവിടെയാണ് ബുക്കിംഗ്, ഇപ്പോൾ ഞാൻ കലണ്ടറിനെ പറ്റിയിട്ട് ഒരു അപ്കമിങ് ക്ലാസ്സുകളിൽ എടുക്കുന്നുണ്ട്. ഗൂഗിളിൻ്റെ ഒരു സർവീസ് അല്ലേ, സോ ആ ഒരു ഫീച്ചർ നമ്മൾ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ബുക്കിംഗ് എന്ന് പറയുന്ന ഒരു ടൂള് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ റിവ്യൂസ് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യപ്പെടാനുള്ള ലിങ്കുകളാണ് ഇവിടെ. അതുപോലെ പ്രൊഫൈൽസ്, വേറെ എത്ര പ്രൊഫൈൽസ് നമ്മുടെ ഈ അക്കൗണ്ടിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്യും. അങ്ങനെ ഇവരുടെ നമ്പേഴ്സ് ഓഫ് ഫീച്ചേഴ്സ് ആണ് ഇതിലുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പേഴ്സ് ഓഫ് ഫീച്ചേഴ്സും നമ്മൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് കീവേഡ് യൂസ് ചെയ്തിട്ട് തന്നെ ഒപ്റ്റിമൈസ് ചെയ്യുന്നു. എവിടെയൊക്കെ നമ്മൾ എന്ത് കണ്ടിരുന്നോ അവിടെ എല്ലാം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെയും സർവീസസിൻ്റെയും അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു കീവേഡ് യൂസ് ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. ഇതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള ഡിസ്കഷൻസും കാര്യങ്ങളും നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് 6 month കോഴ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. താങ്ക് യു ഗൈസ്.